ഒരു മനോഹരമായ ദൃശ്യം നമ്മൾ കാണുന്നു. ഒരു ആഘോഷത്തിന്റെ ദൃശ്യമാണത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനായ ചിത്രം ജനനായകന്റെ ആദ്യ ഷോ അവസാനിച്ചപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നു. ആദ്യം ഈ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ്. സനിസ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സനിസ, കേക്ക് കട്ട് ചെയ്ത് വിജയം ആഘോഷിക്കുകയാണോ? അതേ സേതു, അല്പസമയം മുൻപാണ് ആ ഒരു സിനിമ അവസാനമായി വിജയെ സ്ക്രീനിൽ കണ്ടതിന്റെ സന്തോഷം അവർ കേക്ക് മുറിച്ച് ആഘോഷിച്ച് വിജയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് ഇപ്പോൾ അവർ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങിയിട്ടേ ഉള്ളൂ. ഈ സിനിമ കണ്ട് പലരും ഭയങ്കര ഇമോഷണൽ ആണ്. കാരണം അവരുടെ ചെറുപ്പം മുതൽ അവർ ഇത്ര വളർന്ന ഒരു സമയം വരെ കൺമുന്നിൽ കണ്ട വ്യക്തി, അവർ ആരാധിച്ച ആ താരം ഇത് അവസാനമായി സ്ക്രീനിൽ കാണുന്നു. അതിന്റെ എല്ലാ ദുഃഖത്തിലും ആ ഒരു സന്തോഷത്തിലുമാണ്. ഒരുപാട് 7 മാസം കാത്തിരുന്നാണ് ഈ ഒരു സിനിമ ജനനായകൻ സ്ക്രീനിൽ കാണുന്ന അതിന്റെ സന്തോഷവും, എന്നാൽ ഇനി ഒരിക്കലും തങ്ങളുടെ ദളപതിയെ സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമവുമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൊമെന്റ്? എൻജോയ് ചെയ്ത്, സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്ത്, സിനിമ തീരാറാവും തോറും വിഷമമായി. ലാസ്റ്റ് ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള അണ്ണ അഭിനയിച്ച സിനിമയുടെ ഓരോ സീന് കാണിച്ചപ്പം റിയലി ഭയങ്കര എമോഷണൽ ആയിരുന്നു. ഞങ്ങളുടെ ചൈൽഡ്ഹുഡിൽ കണ്ട് വളർന്ന ഒരു വ്യക്തി ഇനി സ്ക്രീനിലില്ല. കാരണം ഞങ്ങൾ അണ്ണനെ, അതായത് എന്തോ സ്നേഹിച്ച സ്ക്രീനിൽ കൂടെ ആയിരുന്നല്ലോ, സ്ക്രീനിൽ കൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ വ്യക്തി ഇനി സിനിമ അഭിനയിക്കാനുള്ള വിഷമമുണ്ട്. ഇനി അണ്ണനെ ഇതേപോലെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ഇതേപോലെ റിലീസ് ആവുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ വിഷമം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണോ വിജയ്? ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാരൻസ് എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് വിജയണ്ണെ. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോയ ഒരു ആവേശം ഇല്ല, തിരിച്ചു വന്നപ്പം നല്ല വിഷമമുണ്ട്. അതേ സേതു, വലിയ വിഷമത്തിലാണ് ഇവിടെ ഉള്ളവരൊക്കെ എന്ന് പറയാം. നമുക്ക് ആ കേക്ക് മുറിച്ച് അവരുടെ അടുത്തേക്ക് പോകാം. കേക്ക് മുറിച്ച് ആ സിനിമ കണ്ടതിന് സന്തോഷവും എന്ന സങ്കടവും അങ്ങ് പങ്കുവെക്കുമായിരുന്നു അല്ലേ? ഒന്നുകൂടെ നേരത്തെ വിളിച്ച ജയ് ഒന്ന് വിളിച്ചാൽ അവരോട് സേതു. നേരത്തെ വലിയ ആരവമായിരുന്നു ഇവിടെ സിനിമ കണ്ട് വിജയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ ഒന്ന് എല്ലാരും കൂടെ ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ലൈവ് പോയിക്കൊണ്ടിരിക്കും. അതേ സേതു, വലിയ ആവേശമാണ്. വിജയ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരു ഭാഗത്ത് ഇമോഷണൽ ആകുന്നു, ഒരു ഭാഗത്ത് വലിയ ആവേശത്തിൽ എന്ന് തന്നെ പറയാം. ഇന്ന് 5 മണി മുതൽ ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഈ സിനിമ കാണാൻ. ഹൗസ്ഫുൾ ആയിരുന്നു. നമുക്കറിയാം ഇതിന്റെ പ്രിന്റ് ലീക്കായ സംഭവം അടക്കം നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊന്നും റിലീസിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവിടെ 100 കോടി ക്ലബിലേക്ക് കയറുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലരുടെയൊക്കെ പ്രതികരണം 500 കോടി ക്ലബിലെത്തും ദളപതിയുടെ അവസാന ചിത്രം എന്നായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ വലിയ തിരക്കാണെന്ന് തന്നെ പറയാം. ഇതാ, എങ്ങനെ ഉണ്ടായിരുന്നു അവസാന ചിത്രം സ്ക്രീനിൽ കണ്ടപ്പോ? രക്ഷയില്ല, നന്നായിരുന്നു. പേടിക്കാതെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരു അണ്ണ എപ്പോഴും പെൺകുട്ടികൾക്കാണല്ലോ മുഖ്യത്വം കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോഴും ഈ ഫിലിമിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പെൺകുട്ടികൾ പേടിക്കരുത്. അതാണ് നമ്മൾ അണ്ണ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വിജയണ്ണന് ഒരുപാട് ഇഷ്ടമാണ്. മറ്റെല്ലാ നടന്മാരും പെൺകുട്ടികൾക്ക് ഇത്ര മുഖ്യത്വം കൊടുക്കത്തില്ല, പക്ഷെ ഞങ്ങൾ അണ്ണൻ തരും മുഖ്യത്വം. വിഷമായോ ഇനി സ്ക്രീനിൽ കാണാൻ പറ്റില്ല? ഒരുപാട് വിഷമമുണ്ട്. അവസാനത്തെ ആ ഒരു കുറച്ച് 5 മിനിറ്റ്സിൽ ആ ഒരു വിഷ്വലൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്തു. ഇനി കാണാൻ പറ്റില്ലല്ലോ മൂവിയും അതേപോലെ സെലിബ്രേഷനും അതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ വിഷമമുണ്ട്. സിഎമായിട്ട് കാണാലോ. അതുണ്ട് ഇന്ന് ഞാൻ എല്ലാ ദിവസവും ഞാൻ വാർത്തയെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. സനിസ, ഞാനൊന്ന് കൊച്ചിയിലെ സാഹചര്യം കൂടി ഒന്ന് നോക്കട്ടെ. സഹിൻ ആന്റണി കൂടി ഉണ്ട്. സഹിൻ, നമ്മള് സിനിമയുടെ ആദ്യ പകുതി കഴിഞ്ഞ സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു, ചെറുതായിട്ടൊക്കെ കണ്ടിരുന്നു. ഇപ്പോ സിനിമ മുഴുവൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രേക്ഷക പ്രതികരണം? സേതു, എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രേക്ഷകർ. ഒപ്പം തന്നെ അവർക്ക് വലിയ സങ്കടമുണ്ട്. വിജയുടെ അവസാന ചിത്രം കൂടിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു സങ്കടം പ്രേക്ഷകർക്ക് ആകമാനം കാണാം. പല ആളുകളും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചേട്ടാ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരപടം, ബ്ലാസ്റ്റ്. അത് തന്നെയാണ്, എല്ലാവർക്കും വലിയ ആവേശം തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? தளபதி செஞ்சுட்டாப்ல.
படம் சூப்பர் படம் கண்டிப்பாக பார்க்கணும். അത് തന്നെയാണ് സേതു, നല്ല ആവേശത്തിൽ തന്നെയാണ് ആരാധകർ ഏറെയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിജയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാത്തിരിപ്പുകൾക്കൊടുവിലെത്തിയ ഒരു ചിത്രമാണ്. ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? நல்ல படம் சூப்பராக. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? നല്ല പടം, നല്ല സൂപ്പർ 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 മാസ് സൂപ്പർ സൂപ്പർ പടം അടിപൊളി. അത് തന്നെയാണ്. എന്തായാലും നേരത്തെ ഇവരൊക്കെ കാത്തിരുന്ന ആദ്യ ഷോയ്ക്ക് തന്നെ വന്ന ആളുകളാണ് ഏറെയും ഉള്ളത്. 6 മണിക്കത്തെ ഷോയ്ക്ക് പുലർച്ചെ ഒരു 4:30 തന്നെ തിയേറ്ററിൽ ആകമാനം ജനത്തെ കൊണ്ട് നിറഞ്ഞിരുന്നു. 6 മണിയോടുകൂടി ഷോ ആരംഭിച്ചു. ഇതാ പടം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി വരുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവർ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇറങ്ങി വരുന്നത്. പക്ഷേ പല ആളുകൾക്കും സങ്കടമുണ്ട്. എങ്ങനെയുണ്ട് ചിത്രം? படம் கொள்ளாയിരുന്നു. പല ആളുകൾക്കും വലിയ സങ്കടമുണ്ട്. എങ്ങനെയുണ്ട്? சூப்பர் வேற சூப்பராக இருக்கு. தளபதி மாஸ். இது வந்து கேசரி கிச்சடின்னு சொன்னவங்களுக்குலாம் ஒரே விஷயம் தான் ஐயா, இது தளபதி படம். தளபதி வேற லெவல் பண்ணிட்டாரு. അതന്നെയാണ് സേതു. എന്തായാലും ദളപതി വേറെ ലെവലെന്നാണ് പ്രതികരണങ്ങളിൽ കൂടുതൽ. നമുക്ക് കോഴിക്കോട് കൂടി പോകാം. മുബാറക്ക് കൂടി ചേരുന്നുണ്ട്. മുബാറക്കെ, ആരാധകരെ സംബന്ധിച്ച്, വിജയ് ആരാധകരെ സംബന്ധിച്ച് വലിയൊരു കാത്തിരിപ്പായിരുന്നു ജനനായകന്റെ റിലീസ്. അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി അത് റിലീസായി. പക്ഷേ അത് കണ്ടിറങ്ങുമ്പോൾ അത് അതിനപ്പുറം വൈകാരികമാണ്. കാരണം ഇനി ദളപതി വിജയെ സ്ക്രീനിൽ ഈ രീതിയിൽ കാണാൻ കഴിയുമോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്നുള്ള നിലയിൽ കൂടി അത് കണ്ടിറങ്ങുമ്പോൾ അത്രയും സങ്കടകരം കൂടിയാണ്. എന്താണ് ഇപ്പോൾ കോഴിക്കോട്ടെ പ്രേക്ഷകർ പറയുന്നത്? എന്താണ്? കോഴിക്കോട്ടെ ദൃശ്യങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇവിടെ ആരാധകരുടെ നേതൃത്വത്തിൽ സിനിമ കഴിഞ്ഞ് 6 മണിക്കായിരുന്നു ഫാൻ ഷോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വലിയ ആഘോഷമാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ആരാധകരുണ്ട്. വിജയുടെ TVKയുടെ കൊടിയും ആയാണ് ആളുകൾ പടം കാണാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിജയുടെ ഒരു കട്ടൗട്ട് ഉണ്ട്. കട്ടൗട്ടിനോട് ചേർന്ന് ആരാധകർ വലിയ ഡാൻസും ആഘോഷങ്ങളുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പടത്തിന്റെ പ്രതികരണങ്ങൾ കൂടെ നമുക്കൊന്ന് തേടാം. ബ്രോ, എങ്ങനെയുണ്ട്?